ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. ജലദോഷം, മഴ, പനി, എല്ലാവരും സുഖമായിരിക്കുക, സേഫായിരിക്കുക. സോ നമ്മളെ ഇന്നത്തെ ടോപ്പിക്കിൻ്റെ പ്രധാന ചർച്ചാ വിഷയം നമ്മുടെ വിജയ് മാധവൻ ആണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ളൊരു സർജറി, അതായത് നമ്മുടെ മുടിമാറ്റി വയ്ക്കൽ സർജറി, അതായത് നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ ആ ഒരു സർജറി നടക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്. അതിനുശേഷം ഇപ്പോൾ ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സംഭവത്തിനെതിരെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം പേര് കാണുന്നുണ്ട്. അതിൻ്റെ താഴത്തെ കമൻസ് ഒത്തിരി രസകരമായ കമൻറ്റുകളാണ്. ഇവിടെ ഞാൻ ഈ വീഡിയോയിലൂടെ അദ്ദേഹം ആ ഒരു വീഡിയോ ഇൻറ്റൻഷനലി തന്നെ ആ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ വച്ചേക്കുന്ന കാര്യം കാണിക്കാം. ആ ഒരു സംഭവം കണ്ടുകൊണ്ട് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് പോകാം. ആദ്യം അദ്ദേഹത്തിൻ്റെ ആ വീഡിയോക്കകത്തുള്ള ആ ഒരു പ്രസക്ത ഭാഗം ജസ്റ്റ് നിങ്ങളുടെ മുമ്പിലേക്കൊന്ന് പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാം. മോം വേഴ്സസ് വൈഫ് എന്നാണ് ഇദ്ദേഹം ഇതിനകത്ത് എന്താ പറയുക, ഈ ഒരു കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ. മോം വേഴ്സസ് വൈഫ്, അമ്മയും വൈഫും. ഓക്കെ, അപ്പോൾ ഒരു വേഴ്സസ് വന്നിട്ടുണ്ട്. എന്തിനാണോ എന്തോ, ഇന്ത്യ പാക് യുദ്ധം വല്ലതും ആണോ, ഇനി എന്തായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിനകത്ത് ചില കമ്പാരിസൺസ് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആദ്യം കേൾക്കാം, എന്നിട്ട് നമുക്ക് ആ പോസ്റ്റിലേക്ക് പോവാം. തലയിൽ സർജറി ചെയ്യുമ്പോൾ ഭാര്യ അവിടെ നെറ്റ്ഫ്ലിക്സിൽ സീരീസ് തലയിലെ കുത്തിക്കീറി സർജറി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഭാര്യ അവിടെ ഇരുന്ന് നെറ്റ്ഫ്ലിക്സിൽ ഇരുന്ന് സീരീസ് കണ്ടുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ശരിക്കും എന്റെ തലച്ചോറ് മറ്റേ കാർന്ന് തിന്നോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അത് സുന്ദരരാമെന്ന് അങ്ങോട്ട് പിടിക്കുന്നില്ല. എനിക്കൊന്നും പറയാൻ വയ്യ, നിന്നോട് ഞാനൊന്നും പറയുന്നില്ല. അതും നോക്കി നിൽക്കുന്നുണ്ടോ, എനിക്ക് എന്റെ ഈ മാതൃകയാണ് വേണ്ടത്. അമ്മ മാത്രം, അമ്മയ്ക്ക് പകരം അമ്മ മാത്രം. എന്താ പറയാ, വൈഫ് ഇരുന്ന് നെറ്റ്ഫ്ലിക്സിൽ രണ്ട് പിള്ളേരും കൂടി ഇരുന്ന് നമ്മള് റോയൽസ് എന്ന് പറഞ്ഞ സീരീസ് മുഴുവൻ കണ്ടു തീർത്ത്. ഓക്കെ, അമ്മയും ഭാര്യയും കമ്പയർ ചെയ്യുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ശൈലിയും രീതികളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ഒരു കാരണവശാലും ഈ കാലഘട്ടത്തിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത, സത്യം പറഞ്ഞാൽ അത്രയും അപരിഷ്കൃതമായിട്ടുള്ള, ഒരു തരത്തിലും പുരോഗമനപരമല്ലാത്ത, ഈ ഒരു കാലഘട്ടത്തിന് യോജിക്കാത്ത രീതിയിലുള്ള എന്തൊക്കെയോ തരത്തിലുള്ള ചില സ്യൂഡോ പരിപാടിയുടെ പുറകെയാണ് അദ്ദേഹം നടക്കുന്നത്. സോ നമുക്കതിനെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഓരോ വ്യക്തികളുടെ താല്പര്യമാണ്. ഈ രാജ്യത്തൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ആർക്കും എന്ത് വേണോ വിശ്വസിക്കാം, വിശ്വസിക്കാതെ ഇരിക്കാം. അത് അവരവരുടെ വ്യക്തി താല്പര്യം പോലെ ഇരിക്കും. ഇവിടെ ഈ കാര്യം കണ്ടല്ലോ. ഇനി നിങ്ങളെ ഈ ഒരു പോസ്റ്റിലേക്ക് കൊണ്ടുപോകാം. ബാക്കി നമുക്ക് വിശദമായിട്ട് നമുക്ക് നോക്കാം. എനിക്ക് വിജയ് മാധവനോടോ അല്ലെങ്കിൽ ദേവിക നമ്പ്യാരോടോ അവരുടെ ഫാമിലിയോടോ എനിക്ക് യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നവും എനിക്കില്ല. കാരണം അതിൻ്റെ ആവശ്യം എനിക്കില്ല. അവരെനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. പക്ഷേ സമൂഹത്തിലേക്ക് ചില കാര്യങ്ങളെങ്കിലും പബ്ലിക്കിലേക്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് ചില പരിധികൾ നിർണ്ണയിക്കുന്നതും എല്ലാവർക്കും നല്ലതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് ആ പോസ്റ്റിലേക്ക് പോകാം. ഇതിനകത്ത് കൊടുത്തേക്കുന്നത്: വിജയ്, ഞാൻ സർജറിക്ക് പോയ ദിവസം അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അമ്മ അന്ന് ഭക്ഷണം പോലും കഴിച്ചില്ല. എന്നാൽ എൻ്റെ ഭാര്യ മക്കൾക്കൊപ്പം ഇരുന്ന് നെറ്റ്ഫ്ലിക്സിലെ ഒരു സീരീസ് മുഴുവൻ കണ്ടു തീർത്തു. ഞാൻ വരുമ്പോൾ സുഖ ഉറക്കത്തിലായിരുന്നു. അതാണ് അമ്മയും ഭാര്യയും തമ്മിലുള്ള വ്യത്യാസം. ഭാര്യ സുഖ ഉറക്കത്തിലായിരുന്നു. മറ്റേ നെറ്റ്ഫ്ലിക്സിലെ ഈ സർജറിക്ക് പോയ ദിവസം നെറ്റ്ഫ്ലിക്സിലെ സീരീസ് മുഴുവൻ കണ്ടു തീർത്തു. പക്ഷേ അമ്മയാണെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു. അമ്മ അന്ന് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ഇതാണ് ഒരു അഗ്ലി കമ്പാരിസൺ എന്ന് വേണമെങ്കിൽ പറയാം. അമ്മയും ഭാര്യയും തമ്മിലുള്ള വ്യത്യാസം അമ്മയ്ക്ക് പകരം അമ്മ മാത്രമാണ്. എൻ്റെ ഈ വീഡിയോ തുടക്കകാലം മുതൽ എൻ്റെ അമ്മയെ പണ്ട് കാലത്ത് കാണിച്ച വീഡിയോസ് അടക്കമുള്ള വീഡിയോസ് ഇപ്പോഴും കാണും. ആ വീഡിയോ മുതൽ കാണുന്നവർക്കറിയാം എത്രമാത്രമാണ് ഞാനും എൻ്റെ അമ്മയും തമ്മിലുള്ള ബോണ്ടിങ്, എത്രമാത്രമാണ് എൻ്റെ അമ്മയെ റെസ്പെക്റ്റ് ചെയ്യുന്നുള്ള കാര്യമൊക്കെ. പക്ഷേ ഇന്ന് വരെ എൻ്റെ അമ്മയെ മറ്റൊരാളെ വെച്ച് കമ്പയർ ചെയ്യാൻ, ഭാര്യയോ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയോ, എനിക്ക് പറ്റിയിട്ടില്ല. അത് പറ്റേണ്ട കാര്യവുമില്ല, എൻ്റെ ആവശ്യവുമില്ല. ഓരോ വ്യക്തികളും യുണീക്കാണ്. ഇൻഡിവിജ്വൽസ് അവരവരുടെ ക്യാരക്ടേഴ്സ് പല സാഹചര്യങ്ങൾ കൊണ്ട് ബിൽഡ് ചെയ്ത് വരുന്നതാണ്. അതിനപ്പുറത്തേക്ക് അവരെ ഒരു വ്യക്തിയെയും മറ്റൊരു വ്യക്തിയായിട്ട് കമ്പയർ ചെയ്തതിനോട് എനിക്ക് ഒട്ടും താല്പര്യമുള്ള ഒരാളല്ല. ഇവിടെ അവർ കമ്പാരിസൺ നടത്തി പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇട്ട് കാണിക്കുന്നു. എന്തിനാണെന്നൊന്നും അറിയത്തില്ല. ദേവിക നമ്പ്യാർ ഇതെല്ലാം കേട്ടിട്ട് ഹി എന്ന് ചിരിച്ചുകൊണ്ട് വെറുതെ ഒരു ഇതായിട്ട് നിൽക്കുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, മാഷല്ലേ. ഓക്കെ, ഇനി ആ പ്രസ്തുത വ്യക്തിയുടെ പോസ്റ്റിലേക്ക് വരാം. രേഷ്മ ജോയി RJ എന്നാണ് അവരുടെ പേര്. അവരിട്ടേക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: അല്ലയോ വിജയ് മാധവേ, താങ്കളൊരു ഗായകനാണ്, ശരി തന്നെ. എന്നാലും കുറേ നാളായി താങ്കളുടെ സാമൂഹ്യ മാധ്യമ പേജുകൾ പോസ്റ്റ് ചെയ്യുന്ന താങ്കളുടെ ഒരു ലോജിക്കും ഇല്ലാത്ത വീഡിയോകൾ കണ്ട് മിണ്ടാതിരിക്കാനാകുന്നില്ല. അടുത്തിടയ്ക്ക് വിജയ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയിൽ സർജറി നടന്ന ദിവസം തൻ്റെ അമ്മ മകന് വേണ്ടി ഊണും ഉറക്കവും ഇല്ലാതെ പ്രാർത്ഥിക്കുകയായിരുന്നു എന്നും
സ്വന്തം ഭാര്യയും മക്കളും കൂടി അതേസമയം നെറ്റ്ഫ്ലിക്സിൽ മൂവി കണ്ട് ഉറങ്ങുകയായിരുന്നു എന്നും പറയുന്നു. ആ വീഡിയോയുടെ ക്യാപ്ഷൻ തന്നെ അമ്മ വേഴ്സസ് ഭാര്യ എന്നാണ്. അതിൽ നിന്ന് തന്നെ ഇയാൾ എത്ര വിവരം കെട്ടവനാണെന്ന് മനസ്സിലാക്കാം. ഓഫ് കോഴ്സ് അത്രയും അമ്മയും അതേപോലെ പറയുന്നു. അതുപോലെ പറയുന്നു അമ്മയ്ക്ക് പകരം അമ്മ മാത്രമെന്ന്. മകനും പറയുന്നു അമ്മയ്ക്ക് പകരം അമ്മ മാത്രം, അമ്മയെപ്പോലെ ആരും വരില്ല എന്ന്. ഇയാളുടെ ഭാര്യയും നടിയുമായ ദേവിക ഇതെല്ലാം കേട്ട് ഇളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സീരിയസ്ലി ഞാനത് അങ്ങനെയാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്. ഒരു വ്യക്തിക്ക്, ഏതൊരു വ്യക്തിക്കും വ്യക്തിത്വമുണ്ട്. വിവാഹ ജീവിതമായിക്കോട്ടെ, എന്ത് സംഭവം ആയിക്കോട്ടെ, അടിമത്വമോ പൂർണ്ണമായ അടിമ ഉടമ സമ്പ്രദായമൊന്നും അല്ല. അഭിപ്രായ സ്വാതന്ത്ര്യം എവിടെയും വേണം. എവിടെയും ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിനെ സെൽഫ് റെസ്പെക്റ്റോട് നിന്ന് സംസാരിക്കാനുള്ള സ്പേസ് ഇല്ല എങ്കിൽ ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോണം. ഏത് സ്ഥലത്താണെങ്കിലും, അതാണോ പെണ്ണോ എന്ത് തന്നെ ആയിരുന്നാലും നമുക്കൊരു വാല്യൂ ഇല്ല. നമ്മൾ വെറുതെ അടിമ ഉടമ സിസ്റ്റത്തിൻ്റെ അകത്ത് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കേണ്ട ഒരു സെറ്റപ്പ് ആണെങ്കിൽ, ഷൂ നക്കുന്ന പരിപാടിയിലേക്കാണ് നമ്മൾ പോക്കെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോണം. മനസ്സിലായില്ലേ? ഞാൻ വെറുതെ കൊണ്ട് പറഞ്ഞതല്ല, ഇത് പൊതുവിൽ എല്ലായിടത്തും ഇത് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ആ വീഡിയോയുടെ ക്യാപ്ഷൻ തന്നെ അമ്മ വേഴ്സസ് ഭാര്യ എന്നാണ്. അതിൽ നിന്ന് തന്നെ ഇയാൾ എത്ര വിവരം കെട്ടവനാണെന്ന് മനസ്സിലാക്കുക. അമ്മയും അതുപോലെ പറയുന്നു അമ്മയ്ക്ക് പറഞ്ഞു. ഇയാളുടെ ഭാര്യ നടിയുമായ ദേവി ഇതെല്ലാം കേട്ട് ഇളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവർ പറയുന്നു എനിക്ക് സ്ട്രെസ് എടുക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങി. എനിക്കറിയാം ഈ സർജറി കാര്യത്തെപ്പറ്റി, നല്ല ഡോക്ടറാണ്, പേടിക്കാൻ ഒന്നുമില്ല എന്നൊക്കെ. എനിക്ക് മനസ്സിലാകാത്തത് അവരും 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ച അമ്മയാണ്, 2 പ്രസവവും അടുപ്പിച്ചും. അപ്പോൾ ആ സ്ത്രീ അമ്മയല്ലേ, അവർക്ക് ക്ഷീണമുണ്ടാവില്ലേ? ഞാൻ ഇതേ അവസ്ഥയിലുള്ള ഒരാളാണ്. അനുഭവിക്കുന്നത് കൊണ്ട് മാത്രം ആണ് എനിക്ക് ഈ പോസ്റ്റ് കണ്ടിട്ട് മിണ്ടാതെ പോകാൻ തോന്നാഞ്ഞത്. എല്ലാവർക്കും അമ്മ ഒന്നേ ഉള്ളൂ, അമ്മയെ സ്നേഹിക്കേണ്ട എന്നല്ല. ഒരിക്കലും അമ്മയും ഭാര്യയും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് വളരെ വിവരം കെട്ട മോശം ഏർപ്പാടാണ്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിട്ടുള്ള കാര്യമാണ്. എന്തിനാണെന്നേ, അമ്മ വേറെ, ഭാര്യ വേറെ, അമ്മ വേറെ, മറ്റ് സ്ത്രീകളും വേറെ. എന്തിനാണ് ഒരു കമ്പാരിസൺ? എന്തിനാണ് ഒരു താരതമ്യം? ഓക്കെ, താങ്കളുടെ അമ്മയ്ക്ക് അമ്മ ആകാനേ കഴിയൂ, എന്നാൽ ഭാര്യയ്ക്ക് ഇത് രണ്ടും ആകാൻ പറ്റും. അമ്മയും ഒരു ഭാര്യയായിരുന്നു എന്നുകൂടെ ഓർക്കുക. അമ്മയ്ക്ക് പകരം അമ്മ മാത്രമെങ്കിൽ അതുപോലെ തന്നെയാണ് ഭാര്യയ്ക്ക് പകരം ഭാര്യ മാത്രമേ ഉള്ളൂ. സത്യമല്ലേ? അമ്മയും കെട്ടിപ്പിടിച്ചിരിക്കാനാണെങ്കിൽ പെണ്ണെട്ടാൻ ചുമയും കൂടെ കെട്ടിപ്പിടിച്ചിരിക്കാനാണെങ്കിൽ പെണ്ണ് കെട്ടാൻ നിൽക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനിയെങ്കിലും ഈ വക ചിന്താഗതി നിന്ന് മാറ്റി മുൻപോട്ട് പോകാൻ ശ്രമിക്കുമല്ലോ. അതില്ല എങ്കിൽ പബ്ലിക്കായിട്ട് അത് പറയാതെങ്കിലും ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ആ പോസ്റ്റ് അവസാനിക്കുന്നു. ഇതിന് കുറച്ച് കമൻസും കൂടെ നമുക്ക് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. കമൻ്റ് എന്നാണ്, ആ പെണ്ണിന് സ്വന്തമായ ഐഡന്റിറ്റി ഇല്ലാത്ത മൊണ്ണയാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ദയവാ എന്നോട് ദേഷ്യം തോന്നരുത്. ആ കമൻറ്റ് ബോക്സിലുള്ള കമൻറ്റാണ്. അയാൾ എന്ത് പറഞ്ഞാലും ഓംബ്ര എന്ന് പറയും. സോ അങ്ങനെ ഉള്ളതൊക്കെ കാണുന്ന എന്തിനാ എന്ന് പറയുന്നു. വെൽ സെഡ്. ചിലത് കാണുമ്പോൾ ചൊറിഞ്ഞു വരാറുണ്ട്. സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള കഴിവ് ദേവിയക്കില്ല എന്ന് തോന്നുന്നു. വല്ലാതെ വെറുപ്പിക്കുന്ന ആറ്റിറ്റ്യൂഡാണ് ഇയാളുടെ. നായിക എന്ന് വിളിക്കുന്ന കേൾക്കുമ്പോൾ കലി വരും. ഇയാളുടെ മുഖഭാവം ശ്രദ്ധിച്ചിട്ടുണ്ട്, എനിക്കിഷ്ടമില്ല ഇവരെ. ഓക്കെ, ടോക്സിക് കെട്ടിയവനും കുലസ്ത്രീ ഭാര്യയും എന്നൊക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നു. ഇവനെപ്പോലെ ഒരു സ്വയം പൊങ്ങി മൊണ്ണ വേറെയില്ല. വീഡിയോ ഒന്നും കാണാറില്ല, വാർത്തയിൽ കാണുമ്പോൾ തന്നെ കലി വരും. ഓം പരമാത്മ എന്നൊക്കെ കൊച്ചിന് പേരിട്ട ഇവൻ്റെ അടുത്തു നിന്ന് ഇത് എന്ത് പ്രതീക്ഷിക്കാനാണ്? അവരുടെ മറുപടി, അന്നേ ഇയാൾ ഒരു സൈക്കോ ആണെന്ന് തോന്നിയിട്ടുണ്ട്. പാട്ടൊക്കെ കേൾക്കാൻ പറ്റുന്ന കൊണ്ട് ഫോളോ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും ഈ ഡയലോഗ് കേട്ടപ്പോൾ എൻ്റെ പെരുവിൽ നിന്ന് പെരുത്ത് വന്ന് മിണ്ടാതെ പോകാൻ പറ്റാത്തതുകൊണ്ട് പോസ്റ്റ് ഇട്ടു. ആൾക്കാരുടെ ഒരു ഇത് വരുന്നതാണ്. ഇത് കണ്ടിട്ട് വിജയ് മാധവ് ശരിക്കും വിജയ് മാധവ് കുറുക്കനാണ്, ബുദ്ധിമാനാണ്. ഞാൻ അങ്ങനെ പറയും. വിജയ് മാധവനെ ഒരിക്കലും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത്, വിജയ് മാധവന് എല്ലാ കാര്യങ്ങളും എന്തുകൊണ്ടാണ് ആ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ആ ഒരു കാര്യം കൊണ്ടിട്ടത്? പബ്ലിക് ഇത് ഡിസ്കസ് ചെയ്യണം, പബ്ലിക്കിൽ ഇത് ചർച്ച വരണം, അയാൾക്ക് അതിലേക്കുള്ള റീച്ച് ഉണ്ടാക്കണം. അത്രയും മാത്രമേ ഉള്ളൂ പുള്ളിയുടെ ഉദ്ദേശം. അല്ലാതെ പുള്ളിക്ക് വേറെ ഒരു സംഭവം ഇല്ലേ. റീച്ച് തന്നെയാണ് പ്രധാനം. ആ ബെസ്റ്റ് ആ പുള്ളിക്കാരിക്ക് എന്തെങ്കിലും ഒരു സ്ഥാനമോ വിലയോ ഇയാളുടെ ലൈഫിൽ ഉള്ളതായി എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഒത്തിരി കാലം ഇയാളുടെ വീഡിയോ സ്ഥിരമായി കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുഞ്ഞിന് പേരിടുന്ന വീഡിയോ ഒക്കെ എടുത്തു നോക്കൂ. ഒട്ടിച്ചു വെച്ച നിസ്സഹായത നിറഞ്ഞ ഒരു ചിരിയും ആ സ്ത്രീ ഇരിക്കുന്നത് കാണാമെന്ന്. കറക്റ്റ്. ഇങ്ങനെ കുറേ എണ്ണമുണ്ട്. അമ്മ എന്ത് സംഭവമാണെന്നും ഭാര്യ ഒന്നിനും കൊള്ളാത്തവളാണെന്നും കാണിക്കാൻ നടക്കുന്നു. പിന്നെ എന്തിനാ ഇവരെയൊക്കെ കെട്ടുന്നത്? അമ്മയെ കെട്ടിപ്പിടിച്ച് ജീവിതം ഇരുന്നാൽ പോരെ? ഒരു പെണ്ണിന്റെ ജീവൻ തുലയ്ക്കാൻ ചില അമ്മമാരുണ്ട്. അമ്മ എന്ത് ചെയ്താലും പറഞ്ഞാലും പ്രായമായി, അതുകൊണ്ട് അവർ അങ്ങനെ ആയിരിക്കും. പിന്നെ അമ്മയോടൊന്നും എതിർത്ത് പറയാൻ പേടി, എന്നാൽ ഭാര്യയോട് എന്തും പറയാൻ ചെയ്യാം, അല്ലേ? പ്രായം കൊണ്ട് എന്തും അനാവശ്യം പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് അണ്ണാക്കിലടിച്ച് കൊടുക്കുന്നു. സത്യം, ഞാൻ അവരെ ബ്ലോക്ക് ചെയ്തു. ഒരു മാഷും അടിമയായ ഒരു കെട്ടിയോളും. അവൾക്ക് സീമന്തം വേണമെന്നുണ്ടായിരുന്നു. അയാൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് 10 വള വാങ്ങിച്ച് കയ്യിലിട്ട് കൊടുക്കുന്ന ഒരു ചെറിയ ചടങ്ങ് പറഞ്ഞ് കാണിക്കുന്ന വീഡിയോ കണ്ടിട്ട് അതോടെ നിർത്തി. പ്രഗ്നൻ്റ് ആയ വൈഫ് ആഗ്രഹം എങ്ങനെ ഒരു ചടങ്ങ് പോലെ കഴിപ്പിച്ച് വീഡിയോ ഇട്ടിട്ട് അങ്ങനെ അതും കഴിഞ്ഞ് പോലും. കുടുംബത്തിലെ 10 സ്ത്രീകളെ വിളിച്ച് നടത്തേണ്ട ചടങ്ങാണ്. ആഹാരം കൊടുക്കണം. പുള്ളിയുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അവരുടെ ജീവിതം. എന്നിട്ട് നായിക എന്നൊക്കെ ഭാര്യ സംബോധന ചെയ്യുന്ന കാണുമ്പോൾ തന്നെ വല്ലാതെ നാടകീയത. അമ്മയും ഭാര്യയും കമ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി സത്യമാണ് എനിക്കും തോന്നിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒരുപാട് പോകുന്നുണ്ട്. നമുക്ക് അത്രയൊന്നും വേണ്ട. ഇതിനകത്ത് നോക്കാം.
ഓക്കെ, ഇത് ദേവിക നമ്പ്യാരുടെ ദേവിക നമ്പ്യാർ ഇത് കാണുവാണെങ്കിൽ എന്നോട് ദേഷ്യം തോന്നരുത് പ്ലീസ്. ദയവായി നിങ്ങളുടെ മുഖത്ത് നിന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു നടിയുടെ അഭിനയം എന്ന് തന്നെയാണ്. മേ ബി ചിലപ്പോൾ നിങ്ങൾ ക്യാമറയുടെ മുമ്പിലേക്ക് സീരിയസ്ലി നിങ്ങളുടെ കോണ്ടന്റ് എങ്ങനെ പോകണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് കൊണ്ട് അതങ്ങനെ തന്നെ വിട്ടതും ആവാം. ഞാനത് തെറ്റ് ഞാൻ പറയുന്നില്ല കേട്ടോ. ഈ അമ്മ വരുന്നു, അമ്മ രണ്ടുപേരും കൂടെ ചെറിയ ചെറിയ തമാശയൊക്കെ പറയും. ഓക്കെ ഓക്കെ, നമുക്കറിയാമല്ലോ ഇനി അവിടെ മൊത്തത്തിൽ മറ്റേ ഡിവൈനിറ്റിയുടെ മയമായിരിക്കും. അമ്മയും ഭാര്യയും എപ്പോഴും കമ്പയർ ചെയ്ത് കാണാറുണ്ട്. പക്ഷേ പെൺകുട്ടിയുടെ അമ്മയും ഭർത്താവിനെ എന്താ കമ്പയർ ചെയ്യാത്ത അമ്മ നോക്കിയ പോലെ ഭർത്താവ് നോക്കാറുണ്ട് എല്ലാവരെയും. ഭാര്യയും അമ്മയും രണ്ട് റിലേഷനാണ്, കമ്പയർ ചെയ്യരുത്, റിലേഷനെ ബാധിക്കും എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ആര് മനസ്സിലാക്കാൻ, അവരത് ശ്രദ്ധിക്കത്തോടിയില്ല. സോ അതുകൊണ്ട് നമ്മളിത് പറയുന്നത് ശ്രദ്ധയിലേക്ക് പെട്ടു, അങ്ങനെ ഒരു പോസ്റ്റൊക്കെ വന്നു, അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇട്ടതാണ്. ഓം പരമാത്മയ്ക്കും അതുപോലെ തന്നെ മറ്റേ കുട്ടിക്കും ഒക്കെ നല്ലത് വരട്ടെ. അതുപോലെ തന്നെ വിജയ് മാധവിൻ്റെയൊക്കെ ഇത് എനിക്ക് ന്യൂമറോളജിയിലൊക്കെ അവർ വളരെയധികം വിശ്വസിക്കുന്നവരാണെന്ന് എനിക്കിപ്പോൾ തോന്നി. കാരണം ദേവിക നമ്പ്യാരുടെ ഒരു എ കൂടിയിട്ടുണ്ട്. ദേവിക നമ്പ്യാർ, മനസ്സിലായല്ലേ? മറ്റേ മലബാർ അതുപോലെ അടുത്ത് വിജയ് മാധവിന് എം 2A ഡി കഴിഞ്ഞ് 2HAV. ഉഫ്, പറയാ ഗൈസ്. ഫാൽക്കൺ റോക്കറ്റ് നമ്മുടെ ഇലോൺ മസ്ക് ചൊവ്വയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. സോ സ്റ്റാർഷിപ്പ് ഓക്കെ, സോ നമ്മൾ ചൊവ്വയിലേക്ക് പോകുന്നുണ്ട്. ചിലപ്പോൾ ഇനി ശനിയിലേക്ക് പോകേണ്ടിയിട്ട് അവിടെയും വരും. വോയേജർ ഈ പറഞ്ഞ ഭൂമിയും കടന്ന് നമ്മുടെ ഈ പറഞ്ഞ ഗാലക്സിയുടെയൊക്കെ ഒരുപാട് ദൂരം അങ്ങ് പോയിട്ടുണ്ട്. സോ മനസ്സിലാക്കണം, ജ്യോതിഷം, ആത്മീയത, ഡിവൈനിറ്റി, സ്പിരിച്വാലിറ്റി എന്ത് തന്നെ ആയിരുന്നാലും ഇതെല്ലാ സാധനമൊക്കെ അവരവൻ്റെ വിശ്വാസവും ഇഷ്ടവും ഒക്കെ നല്ലതാണ്. പക്ഷേ അത് തലച്ചോറിനെ തിന്നാൻ ശ്രമിക്കരുത്. മറ്റേ അമീബയും മറ്റേ ബാക്ടീരിയ എന്നൊക്കെ പറഞ്ഞതുപോലെയൊന്നുമല്ല. തലച്ചോറിനെ തിന്ന് ചിന്തയും തിന്ന് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തരുത്. ആത്യന്തികമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മുഴുവൻ ജീവികൾ സർവൈവ് ചെയ്യുന്നൊരു സ്ഥലം മാത്രമാണ് ഈ ഭൂമി. അല്ലാതെ ഈ മരണത്തിന് ശേഷം പിന്നെ ആകാശത്ത് പോയി സ്വർഗത്തിൻ്റെ മറ്റേ നമുക്ക് പാൽപ്പുഴയും കുറേ പെണ്ണുങ്ങളും ഉണ്ടെന്നുള്ളത് പറയുന്ന പറച്ചിലുമില്ല. അതിന് അപ്പുറത്തേക്ക് മറ്റേ നരകത്തിൽ പോയിട്ട് വറക്കുന്ന പരിപാടിയുമില്ല. ഇത് പോയിട്ട് അവിടെ പോയിട്ട് മരണപ്പെട്ട് തിരിച്ചു വന്നവർ പറഞ്ഞവരുമില്ല. ദൈവം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാം, എല്ലാം നടക്കും. പക്ഷേ യുക്തി എന്നുള്ളൊരു സാധനം വേണം, ബോധം എന്നുള്ളൊരു സാധനം വേണം പബ്ലിക്കിലേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്. ഇത്രേ പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരുത്തൻ്റെ അടുത്ത് ഒരിടത്തും ഒരു അടിമയായി ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതെ കുനിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കാർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം അഭിപ്രായം പറഞ്ഞുകൊണ്ട് എൻ്റെ അഭിപ്രായം ഇവിടെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്, ബൈ.